എല്ലാവർക്കും നമസ്കാരം. നാരാസ് ലൈഫ് ലോഗിൽ നമ്മളിന്ന് പോകുന്നത് നെതർലാൻഡിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാം. വടക്കിൻ്റെ വെനീസ് എന്ന് വിളിപ്പേരുള്ള കനാലുകളാൽ ചുറ്റപ്പെട്ട സൈക്ലിങ്ങിനും നൈറ്റ് ലൈഫിനും ചെറിയ ചെറിയ കനാൽ വീടുകൾക്കും ഒക്കെ പ്രസിദ്ധമായ ഒരു മോഡേൺ സിറ്റി. ആംസ്റ്റർഡാമിലെ ആദ്യത്തെ വിസിറ്റ് കുക്കനോഫ്, പൂക്കളുടെ താഴ്വര അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പൂന്തോട്ടം, ടുലിപ്പ് ഗാർഡൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്യുക്കനോഫ്. മാർച്ച്, ഏപ്രിൽ, മെയ് ആണ് ഇവിടുത്തെ മെയിൻ സീസൺ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മെയ്യിലാണ്. ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ സീസൺ ആണ്. 32 ഹെക്ടർ അഥവാ 79 ഏക്കറോളം വിസ്തൃതിയിൽ 7 മില്യൺ പൂക്കളോളമാണ് ഓരോ വർഷവും ഇവിടെ പ്ലാന്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ യാത്രക്കാർക്ക് 15 കിലോമീറ്ററോളം നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാതകളും ഇതിനുള്ളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടുലിപ്പാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനെങ്കിൽ പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡാഫോഡിൽസ്, ലില്ലീസ്, റോസസ്, ഓർക്കിഡ്സ് തുടങ്ങി ആയിരക്കണക്കിന് വെറൈറ്റി പൂക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാം. ചെറി ബ്ലോസം, ജപ്പാൻ്റെ ദേശീയ പുഷ്പമായ സക്കൂറ അഥവാ ചെറി ബ്ലോസം എന്നറിയപ്പെടുന്ന ഈ മരം സ്റ്റോക്ക്ഹോമിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് റോസ് കളറുള്ളതായിരുന്നു. ഇവിടെ വെള്ള കളറുള്ള ചെറി ബ്ലോസം കാണാൻ പറ്റി. ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്ത് ഞങ്ങൾ കുക്കനോഫിൽ നിന്നും വിട പറഞ്ഞ് സിറ്റിയിലേക്ക്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ ദിനംപ്രതി കടന്നു പോകുന്ന അതിമനോഹരമായൊരു സിറ്റിയാണ് ആംസ്റ്റർഡാം. ചെറിയ ഗാർഡനുകൾ, പാർക്കുകൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിരിക്കുന്ന ക്ലബ്ബുകൾ, അങ്ങനെ എല്ലാം കൊണ്ടും സമൃദ്ധമാണ് ആംസ്റ്റർഡാം.
ധാരാളം കനാലുകളും അതോടൊപ്പം ബോട്ട് സർവീസുകളും ഒക്കെ ഇവിടെ ടൂറിസ്റ്റുകൾക്കായിട്ടുണ്ട്. അതുപോലെ സൈക്ലിംഗ്, ആംസ്റ്റർഡാം പൊതുവെ സൈക്കിളിൻ്റെ യൂസേജിന് വളരെ പേരുകേട്ടതാണ്. അപ്പോൾ ധാരാളം സൈക്ലിംഗ് ഏരിയാസും കാണാം. ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് ആംസ്റ്റർഡാമിലെ അതിപ്രസിദ്ധമായിട്ടുള്ള സ്ട്രീറ്റിലൂടെയാണ്. പുഴയുടെ കനാലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വലിയ നടപ്പാതകളുണ്ട്. ഒരു കൂട്ടം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് കാണാം. റെഡ് ലൈറ്റ് ഏരിയയുടെ സൈഡിലൂടെയാണ് ഈ വാക്ക് വേ ഉള്ളത്. അതിലൂടെയാണ് മെയിൻ സിറ്റിയിലേക്കുള്ള എൻട്രൻസും. അതുകൊണ്ട് തന്നെയാണ് വളരെ തിരക്കേറിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഇത്. മറ്റ് ഏതൊരു യൂറോപ്യൻ നഗരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെയുള്ള ഈ ബൃഹത്തായ അതിമനോഹരമായ കെട്ടിടമാണ് ഇവിടുത്തെ സെൻട്രൽ സ്റ്റേഷൻ. നമ്മുടെ അടുത്ത ലക്ഷ്യം ആർട്ടിസ് എന്നുള്ള ഒരു മൃഗശാലയാണ്. ആർട്ടിസിലേക്ക് 25 ഏക്കറോളം വിസ്തൃതിയിൽ സെൻട്രൽ ആംസ്റ്റർഡാമിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മൃഗശാലയാണ് ആർട്ടിസ് സൂ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പലതരത്തിലുള്ള സസ്യജാലങ്ങളും ഒപ്പം ജീവജാലങ്ങളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ അടങ്ങുന്ന വലിയൊരു കാഴ്ച തന്നെ ആർട്ടിസ് സൂവിലുണ്ട്. ചെറുതും വലുതുമായി ഉരകവർഗ്ഗങ്ങളും ഉഭയജീവികളും വന്യജീവികളൊക്കെ ആയിട്ട് ഒരു വലിയ കൂട്ടം തന്നെ അവിടെ കാണാനുണ്ട്. ഒപ്പം വലിയ വലിയ ഫിഷുകളെയും കണ്ടു. കശ്യപ് ആവേശത്തിലാണ്. അതോടൊപ്പം ആനകളുടെ ഒരു കൂട്ടം, അവരുടെ കളിയും ചിരിയും ഒക്കെ വളരെ രസകരമായിട്ട് അവിടെ കണ്ടു. നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിൽ അല്ലെങ്കിൽ ശീതോഷ്ണ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന തരത്തിലുള്ള ഒരുപാട് സസ്യവർഗ്ഗങ്ങളും ഒപ്പം ബട്ടർഫ്ലൈ, മറ്റ് ചെറിയ ചെറിയ ജീവികളെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡോർ പാർക്കും അതിമനോഹരമായിട്ട് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാടൻ ചെമ്പരത്തി, ഹനുമാൻ കിരീടം എന്നൊക്കെ തുടങ്ങിയ പൂക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പാർക്കിലെ ഒട്ടുമിക്ക പ്ലേ ഏരിയയും ഒപ്പം മൃഗങ്ങളെയും ഒക്കെ ആസ്വദിച്ച്
ഇന്നത്തേക്ക് വിട. തിരിച്ച് റൂമിലേക്ക്. നാളെ സിറ്റിയുടെ മറ്റു കാഴ്ചകളും ഒക്കെയായി വീണ്ടും കാണാം. ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചി യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റ് യാത്രകൾക്കായി, മറ്റ് വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് നറാസ് ലൈഫ് വ്ലോഗ്.